ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആയിട്ട് വരുന്ന പല സ്ത്രീകളും ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമാണ് ഒ.പിയിൽ എന്തൊക്കെ ഫുഡുകൾ നമുക്ക് സേഫായിട്ട് കഴിക്കാം, എന്തൊക്കെ കഴിച്ചുകൂടാ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ 2 ഭക്ഷണ പദാർത്ഥങ്ങളെ പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് ഒരു വെജിറ്റേറിയൻ ഫുഡിനെ പറ്റി, ഒന്ന് നോൺ വെജിറ്റേറിയൻ ഫുഡിനെ പറ്റി. വെജിറ്റേറിയൻ ഫുഡ് നിങ്ങൾ ഊഹിച്ച് കാണും, പപ്പായയെ പറ്റിയാണ്. പപ്പായ അഥവാ ഓമയ്ക്ക പൊതുവേ പണ്ടൊക്കെ പല സിനിമകളിലും ഒരു വില്ലൻ കഥാപാത്രമായിട്ട് വന്നിട്ടുള്ള ഫ്രൂട്ടാണ്. 1-2 കഷ്ണം കഴിച്ചതും അബോർഷൻ ആവുന്നതായിട്ടൊക്കെ നമ്മൾ ചില സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ഇതിൽ പച്ച പപ്പായ എന്ന് പറയുന്നതാണ് ശരിക്കും ഉപദ്രവകാരി. പച്ച പപ്പായയിൽ പപ്പൈൻ എന്ന് പറയുന്നൊരു എൻസൈം അടങ്ങിയിട്ടുണ്ട്. അത് യൂട്രൈൻ കൺട്രാക്ഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് ഗർഭാശയത്തിലെ പേശികൾ മുറുകാനും അത് കാരണം ഗർഭിണിക്ക് അടിവയറ് വേദന, ബ്ലീഡിങ് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇത് ചിലപ്പോൾ അബോർഷനിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ പച്ചപ്പപ്പായ പഴുത്ത് കഴിയുമ്പോൾ ഈ പപ്പൈനിൻ്റെ അംശം ഭയങ്കരമായിട്ട് കുറയുകയും അതേസമയം ഇതൊരു വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡായി മാറുകയും ചെയ്യും. അതായത് ഇതിൽ വിറ്റമിൻ എ, ബി, സി, ഫോളിക് ആസിഡ്, പൊട്ടാസ്യം, പിന്നെ ഇഷ്ടംപോലെ ഫൈബർ എല്ലാം അടങ്ങിയിട്ടുള്ള നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പം നല്ല പഴുത്ത പപ്പായ ധൈര്യമായിട്ട് പ്രഗ്നൻസിയിൽ കഴിക്കാവുന്നതാണ്. മാത്രമല്ല പൊതുവേ പച്ചപ്പപ്പായ നമ്മുടെ നാട്ടിലൊന്നും ആരും വെറുതെ സാലഡായിട്ടോ അങ്ങനെയൊന്നും കഴിക്കാറില്ല. നമ്മൾ കുക്ക് ചെയ്ത് ആണ് കഴിക്കുക. മലയാളികൾ പൊതുവേ തോരനായിട്ടും ഒക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നൊരു ഫുഡാണ്. കുക്ക് ചെയ്യുമ്പോൾ ഈ പപ്പൈൻ എന്ന് പറയുന്ന എൻസൈം, അതായത് കുക്കിങ്ങിൻ്റെ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യില്ല. കുക്ക് ചെയ്യുമ്പോൾ, വേവിക്കുമ്പോൾ ഉള്ള ടെമ്പറേച്ചറിൽ ഈ പപ്പൈൻ നശിച്ചു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയുടെ തുടക്കകാലത്തിൽ അബദ്ധത്തിലോ അല്ലെങ്കിൽ കൊതി കൊണ്ടോ ഇപ്പോൾ പച്ചപ്പപ്പായ കൊണ്ടുള്ളൊരു വിഭവം, കുക്ക് ചെയ്യപ്പെട്ട വിഭവം കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ഒരുപാട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വലിയ തോതിൽ, വലിയ അളവിൽ പച്ചപ്പപ്പായ കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നേ സൂക്ഷിക്കേണ്ടതുള്ളൂ. ഇനി രണ്ടാമത്തെ ഭക്ഷണ പദാർത്ഥം എന്ന് പറയുന്നത് മീനാണ്. മീനിനെ പറ്റി ചോദ്യങ്ങൾ വരാറില്ല അധികം, പക്ഷേ ചില മീനുകൾ കഴിച്ചിട്ട് വയറിന് സുഖമില്ലാതെ ഗർഭിണികൾ വരാറുണ്ട്. അപ്പോൾ കേരളത്തിൽ മിക്കവാറും ജനങ്ങൾ മീൻ കഴിക്കുന്നവരാണ്. എല്ലാ മീനുകളും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുമില്ല. അപ്പോൾ എടുത്തു പറയേണ്ടത് വലിയ കടൽ മത്സ്യങ്ങൾ, സ്രാവ് പോലെയുള്ള മറ്റ് കടൽ ജീവികളെ ഭക്ഷിച്ച് ജീവിക്കുന്ന കടൽ മത്സ്യങ്ങൾ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ ഈ സ്രാവ് പോലെയുള്ള മീനുകളിൽ മെർക്കുറി കണ്ടൻറ്റ് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഗർഭിണി അല്ലാത്തൊരാൾക്ക് ഇതൊരു വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ ഗർഭിണികളിൽ സ്ഥിരമായി എല്ലാ ദിവസവും ഇങ്ങനത്തെ മത്സ്യം കഴിക്കുന്നവരാണെങ്കിൽ ബ്ലഡിൽ മെർക്കുറി കണ്ടൻറ്റ് കൂടാനും അത് പ്രഗ്നൻസി അഫക്റ്റ് ചെയ്യാനുമുള്ള ചെറിയൊരു റിസ്ക് ഉണ്ട്. അപ്പോൾ അത്തരം മീനുകൾ ഒരുപാട് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഷെൽ ഫിഷ്, ഈ കൊഞ്ച്, ഓയിസ്റ്റർ അല്ലെങ്കിൽ കക്ക, ക്രാബ് അല്ലെങ്കിൽ കണവ, ഇങ്ങനത്തെ ഫുഡ്സ് ഒരുപാട് കഴിക്കുന്നവരിലും കുറച്ച് സൂക്ഷിക്കണം. അതായത് പലപ്പോഴും നമ്മളത് വളരെയധികം നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ലപോലെ വേവിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാവൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് കുക്കിങ്ങിൽ നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ കഴിക്കുന്നതായിരിക്കും സേഫ്. അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള കൊഞ്ചു പോലത്തെ മത്സ്യങ്ങൾ, അതായത് പൂർണ്ണമായും വേവിക്കാതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചില വിഭവങ്ങളിൽ റോ ആയിട്ട് പച്ചയ്ക്കായിട്ടുള്ള മത്സ്യങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ സൂഷി പോലെയുള്ള ഫുഡുകളിൽ. ഇതൊക്കെ ഗർഭിണികളിൽ ഭയങ്കരമായിട്ടുള്ള ഫുഡ് പോയ്സണിങ്, ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാനും അത് സങ്കീർണതകളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ കഴിയുന്നതും ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ വീട്ടിൽ തന്നെ പാകം ചെയ്ത് നല്ലപോലെ വേവിച്ചാണ് കഴിക്കുന്നതെന്നുള്ളത് ഉറപ്പുവരുത്തുക. അല്ലാതെ ഇതൊന്നും ഒരിക്കലും കഴിക്കരുത് എന്നൊന്നുമില്ല.